അതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. നിയമസഭ അല്ലല്ലോ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലോ. എന്തായിരുന്നു റിയാക്ഷൻ? അല്ല കേൾക്ക് അല്ലല്ലോ ഉണ്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം ഉണ്ടായി. ഇതാണ് ആളിക്കത്തിക്കാൻ നോക്കിയത്. അതിന് ഞങ്ങൾ നേരിട്ടല്ലോ. CPM ജയിച്ചൊരു സീറ്റ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചല്ലോ. മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയല്ലോ ജമാഅത്ത് ഇസ്ലാമി എന്നും പറഞ്ഞുകൊണ്ട്. ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹം കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഹിറാ സെന്ററിൽ അവരുടെ ആസ്ഥാനത്ത് അമീറുമായി സംസാരിക്കുന്ന ഫോട്ടോ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ നിങ്ങളോട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണിച്ചല്ലോ. അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ അനുകൂലമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചല്ലോ. പിറ്റേ ദിവസം അദ്ദേഹം കോട്ടയത്ത് സറണ്ടർ ചെയ്തല്ലോ. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ? ഇപ്പോഴുള്ള ചോദ്യം എന്താ? ജമാഅത്ത് ഇസ്ലാമി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന്. എന്താ അതിന്റെ അർത്ഥം? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ എന്റെ മറുചോദ്യം, 42 വർഷം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. CPMന്റെ കൂടെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന നാളുകളിൽ CPMന് അധികാരം കിട്ടിയപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് ജമാഅത്ത് ഇസ്ലാമി ആണോ? ആണെങ്കിൽ സൂക്ഷിക്കണം, ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ അവരാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചോളാം. അത്രയുള്ള അതിനൊക്കെ മറുപടി.